കയമ്പ്രം സ്വപ്നതീരത്തെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മാർച്ച് നടത്തി. കയമ്പ്രം സ്വപ്നതീരം ബീച്ചിൽ വർഷങ്ങളായിട്ടും വികസനത്തിന് ഫണ്ട് അനുവദിക്കാത്ത LDF ഭരണസമിതിക്കെതിരെയാണ് മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത്. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭ സുബിന്റെ കാലഘട്ടത്തിൽ 1 കോടി രൂപയോളം ചിലവിട്ടാണ് ബീച്ച് വികസനം നടത്തിയത്. എന്നാൽ പുതിയ ഭരണസമിതി വന്നിട്ട് കാലാവധി കഴിയാനായിട്ടും 1 രൂപ പോലും ബീച്ചിന്റെ വികസനത്തിനായി അനുവദിക്കാൻ LDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ബീച്ചിലെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. വ്യായാമം ചെയ്യാനുള്ള ഉപകരണങ്ങളെല്ലാം തുരുമ്പ് പിടിച്ച് നാശമായി. പാർക്കിംഗ് സൗകര്യത്തിന് തുക അനുവദിക്കുമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് പൈസ അനുവദിച്ചു. വികസനത്തെ പരിപൂർണമായി അട്ടിമറിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിച്ചതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CR ആറുമുഖൻ, സുമേഷ് പാനാട്ടിൽ, CK ഉല്ലാസ്, പ്രവീൺ രവീന്ദ്രൻ, ബിനോയ് ലാൽ, EP തോമസ്, KC രഞ്ജിത്ത്, ഷിബു നെടിയിരിപ്പിൽ, വൈശാഖ് വേണുഗോപാൽ, PK നളിനി, മൈത്രി വത്സൻ, ഡേവിസ് വാഴപ്പള്ളി എന്നിവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്തിലേക്ക് മാത്രമായി റോഡുകളും അതുപോലെ തന്നെ ഗ്രൗണ്ടിന്റെ വികസനവും കയമ്പ്രം ബീച്ചിന്റെ വികസനവും ഉൾപ്പെടെ 3.5 കോടി രൂപയിലധികമാണ് മറ്റ് രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് ജയിച്ചു പോയ കോൺഗ്രസുകാരനായ ഞാൻ ഇടതുപക്ഷം ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന വലപ്പാട് പഞ്ചായത്തിലേക്ക് 3.25 കോടി രൂപയാണ് റോഡുകളും അതുപോലെ തന്നെ തോടുകളും കോളനി വികസനങ്ങളും അതുപോലെ തന്നെ ഗ്രൗണ്ടിന്റെ വികസനവും കയമ്പ്രം ബീച്ചിന്റെ വികസനവുമായി 3.25 കോടി രൂപയാണ് വലപ്പാട് പഞ്ചായത്തിലേക്ക് എത്തിച്ചത്. പ്രിയപ്പെട്ട ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇപ്പോഴുണ്ട്. ഞങ്ങൾക്കൊക്കെ ആ മെമ്പറോട് ബഹുമാനമുണ്ട്. പക്ഷെ ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കയമ്പ്രം ബീച്ചിലേക്ക് ഒരു പൈസ പോലും, ഒരു നയാ പൈസ പോലും 5 വർഷമായി ജില്ലാ പഞ്ചായത്തിന്റെ ഒരു നയാ പൈസ പോലും കയമ്പ്രം ബീച്ചിന്റെ വികസനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയപരമായും അത് വ്യക്തിപരമായും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെയും ഭരണസമിതിയുടെയും കഴിവുകേടാണ്.